അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിലക്സിലെ ഇൻ്റർഫേസും അതിൻ്റെ ടൂൾസുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ റിലക്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. 2026.1 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നോർമലി റിലക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. ഒന്ന് ഇൻറ്റീരിയറും ഒന്ന് ഇൻറ്റീരിയർ വിത്ത് ക്യാറ്റ് പ്ലാനും. ഇൻറ്റീരിയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കേസിൽ നമ്മളൊരു സിംഗിൾ ഷോപ്പൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റീരിയർ. അതല്ല ഇൻറ്റീരിയർ വിത്ത് ക്യാറ്റ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്യാറ്റ് പ്ലാനിൽ നിന്നും നമുക്ക് ഓരോ റൂമിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് നമുക്കൊരു സിംഗിൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്കൊരു 10 റൂം ഉണ്ട് എന്നുണ്ടെങ്കിൽ 10 റൂമിൻ്റെ ഡിസൈൻസ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റീരിയർ ആണ് എടുക്കുന്നത്. സോ ഇൻറ്റീരിയർ എടുക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കുന്നത്, ഇപ്പോൾ ഇൻറ്റീരിയർ ആയാലും ഇൻറ്റീരിയർ വിത്ത് ക്യാറ്റ് പ്ലാൻ ആയാലും നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഡയലോഗ് ബോക്സ് ആണ് ഈ ഒരു ഓപ്ഷൻ. പ്രോജക്റ്റ് ഡാറ്റ ഡിസ്ക്രിപ്ഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാനുള്ളത്. ഇവിടെ പ്രോജക്റ്റ് നമ്പർ, ഇപ്പം ഞാൻ ഇവിടെ എന്താണ് ഒബ്ജക്റ്റ്, ഇപ്പോൾ ഞാൻ ഹൈസ്കൂൾ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാലിക്കറ്റ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റാളേഷൻ എവിടെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ CAD and BIM എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ടുഡേസ് ഡേറ്റ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓക്കെ കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇൻ റിലക്സ് വൈൽ വി ഓപ്പൺ. സോ സെക്കൻഡ് തിങ് ഈസ് വി വാണ്ട് ടു എൻ്റർ ദി റൂം നെയിം. സോ നമുക്കിവിടെ ഫസ്റ്റ് ചോദിക്കുന്ന റൂം നെയിം ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇത് റീറ്റെയിൽ ഷോപ്പാണെന്നുള്ള രീതിയിൽ ഞാനൊരു റീറ്റെയിൽ ഷോപ്പ് എന്ന് കൊടുത്തു. ഇപ്പോൾ റൂമിൻ്റെ നമുക്ക് ഇന്ത്യ വിത്ത് ക്യാറ്റ് പ്ലാൻ ആണെങ്കിൽ ഓരോ റൂമിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ടോട്ടൽ നമുക്കൊരു സിംഗിൾ റൂമാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് റീറ്റെയിൽ ഷോപ്പ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. സോ സെക്കൻഡ് തിങ് ഈസ് നമുക്കിപ്പോൾ ഇവിടെ ഏത് ഷേപ്പിലുള്ള റൂമാണ് നമുക്ക് വേണ്ടതെന്നുണ്ട്. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണോ, എൽ ഷേപ്ഡ് ആണോ, അതല്ലെങ്കിൽ സെമി സർക്കിൾ ആണോ, നമുക്ക് ഷെഡ് റൂഫ് ആണോ, പോളിഗൺ ഷേപ്പ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ഡയമെൻഷൻ ഇവിടെ താഴെയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വെച്ചാൽ നമുക്കിവിടെ 1 and 2 എന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും. ഈ 1 എന്ന് പറയുന്നതാണ് ഇവിടെ ലെങ്ത്തിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 6 മീറ്ററാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 2 എന്ന് പറയുന്നത് വിഡ്ത്താണ് റൂമിൻ്റെ. ഞാൻ 3 മീറ്റർ കൊടുത്തു. അപ്പോൾ 6/3 ആണ് ഇവിടെ ഈ റൂമിൻ്റെ യൂസ് ചെയ്തത്. ഞാൻ ഹൈറ്റ് ചോദിക്കുന്നുണ്ട്, സീലിംഗ് ഹൈറ്റ്. ഞാനിപ്പോൾ 2.8 ആണ് ഇവിടെ കൊടുത്തതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നത്, സീലിംഗ് ഹൈറ്റ്. ഇപ്പോൾ ടോട്ടൽ റൂമിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ ടോട്ടൽ റൂമിൻ്റെ ഹൈറ്റ് അല്ല നമുക്കിവിടെ കൊടുക്കേണ്ടത്. നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ചെയ്യലെല്ലാം സീലിംഗ് ഹൈറ്റിലാണ്. സോ അതുകൊണ്ട് നമുക്ക് സീലിംഗ് ഹൈറ്റ് ഇവിടെ കൊടുത്താൽ മതി. 2.7 കൊടുക്കാം. അപ്പോൾ അത് വേരി ചെയ്യുകയാണെന്നെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കാം. ദെൻ ഇവാലുവേഷൻ ഏരിയ. ഇപ്പോൾ ഇവാലുവേഷൻ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഹൈറ്റ് ഓഫ് ദി റെഫറൻസ് പ്ലെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് സാധാരണ ഒരു റൂം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ബെഡ്റൂം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 0.4 ഒക്കെയാണ് നമുക്ക് റെഫറൻസ് പ്ലെയിന് വരിക. അതല്ല ക്ലാസ് റൂമൊക്കെ ആണെങ്കിൽ 0.7. നമുക്ക് ഡെസ്കിൻ്റെ ഒക്കെ, അതായത് നമുക്ക് ആ റൂമിൽ വരുന്ന സമയത്ത് ആ റൂമിലെ ഹൈറ്റ് നമുക്ക് ടാസ്ക് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ടാവും. നമുക്ക് ആ ഒരു ഏരിയയാണ് നമുക്ക് 0.75 എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് വാൾ എന്ന് കാണാൻ പറ്റും. അത് 0.5 ആണുള്ളത്. അതായത് വാളിൽ നിന്നും നമുക്ക് ആ ഡിസ്റ്റൻസ് എടുക്കുന്നത്, നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 0.5 50 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് റെഫറൻസ് പ്ലെയിന് നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ 0.6 ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനത് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഡീഫോൾട്ട് സെറ്റിങ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ദെൻ ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാൻ റൂമിൻ്റെ മെറ്റീരിയലൊക്കെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പോകാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്ന ക്ലാസ്സിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ സെക്കൻഡ് തിങ് ഈസ് the specifying the room specifications. We have specified the room specifications. Then we want to enter OK. So once നമ്മൾ OK കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോജക്റ്റിലോട്ട് എൻ്റർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിലോട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇൻ്റർഫേസ് ആണ്. സോ ഇൻ്റർഫേസിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇവിടെ ഫയൽ ടാബ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പ്രോജക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്. ഇപ്പോൾ സ്റ്റാർട്ടിലാണ് എന്ത് വരുന്നത്, നമ്മൾ ടൂൾസ് എല്ലാം വരുന്നത്. ടൂൾസ് എഡിറ്റ് ചെയ്യാനുള്ളത്, മെഷർ ചെയ്യാനുള്ളത്,
സ്നാപ്പ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാനുള്ളത്, ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ടിലാണ് വരുന്നത്. ദെൻ പ്രോജക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് എഡിറ്റ് ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് പ്രോജക്റ്റ് ഇപ്പോൾ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റൂമിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഹൈറ്റ് ഓഫ് റെഫറൻസ് പ്ലെയിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഹൈറ്റ് ഓഫ് റെഫറൻസ് പ്ലെയിൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ടിൽ ജസ്റ്റ് 3D എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്ലെയിൻ കാണുന്നില്ല, ബട്ട് ഓക്കെ ഇതിൽ സ്പെസിഫൈ ആവുന്നില്ല നമുക്ക്. അത് നമുക്ക് ഇനിയിപ്പോൾ CAD പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാം. അത് ഇതിലുണ്ടാവില്ല, CAD പ്ലാൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് റെഫറൻസ് പ്ലെയിൻ ഇവിടെ കാണുള്ളൂ. ഓക്കെ ഫൈൻ. ഇനിയോ അപ്പോൾ ഞാൻ സ്റ്റാർട്ടിൽ പോയി പ്രോജക്റ്റിൽ നമുക്ക് പ്രോജക്റ്റ് ഇൻഫർമേഷൻസ് പ്രൊഡക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലൈറ്റൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ കസ്റ്റം ചെയ്യാനാണ് നമുക്കിവിടെ ഓപ്ഷൻസ് ഉള്ളത്. ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ചെയർ, ദെൻ അതേപോലെ തന്നെ ഇപ്പോൾ വാളിൽ വെക്കേണ്ട എന്തെങ്കിലും ഐറ്റംസ്, ഡെസ്ക്, അതുപോലെ തന്നെ ഗാരേജ് ആണെങ്കിൽ വണ്ടികൾ, ഓക്കെ കാറ്, വെഹിക്കിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ദെൻ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാനുവലി നമ്മൾ ഒരു ലൈറ്റ് ഒക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സിൽ വന്ന ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണം. സോ അതിനാണ് നമ്മളിവിടെ കാൽക്കുലേഷനിൽ വന്നിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. വ്യൂവിൽ എന്ന് പറയുകയാണെങ്കിൽ വ്യൂ റിലേറ്റ് ചെയ്തുള്ള ടൂൾസുകൾ, ഇപ്പോൾ നമുക്ക് സൂം ചെയ്യാൻ, റിഫ്രഷ് ചെയ്യാൻ. ഇപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് എന്ന് കാണാം. അപ്പോൾ സ്റ്റാൻഡേർഡിൽ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കിവിടെ 3D അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. 3D ആണെന്നുണ്ടെങ്കിൽ വ്യൂവിൽ വന്നിട്ട് റിയർ, ലെഫ്റ്റ്, ടോപ്പ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് വിൻഡോ ആണ്. ഇപ്പോൾ വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർട്ടി, പ്രോജക്റ്റ് ആണെങ്കിൽ പ്രോജക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും. പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി ബോക്സ് നമുക്ക് ഇവിടെ വരും. കോർഡിനേഷൻ, വാല്യൂസ്, ഔട്ട്പുട്ട്, റീസെറ്റ്, ഇൻഫർമേഷൻസ്, ഇങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാബുകൾ ഓൺ ആക്കാനുള്ള വിൻഡോസ് ആണിത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് കൊടുത്തെങ്കിൽ ഇപ്പോൾ നമുക്ക് സൈഡിലൊക്കെ വന്ന് കാണാൻ പറ്റും. കുറച്ചുകൂടിയും ഒരു എൻലാർജ് ചെയ്തിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവും. ക്ലാസിക് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആക്കി, എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനെ ഡീറ്റെയിൽഡ് ആക്കി. അപ്പോൾ നമുക്കിവിടെ സാധാരണ കേസിൽ ഈ വിൻഡോയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ടിക്ക് ചെയ്ത് കാണാൻ പറ്റും. ഇതൊക്കെ ടിക്ക് ചെയ്തു, അതായത് എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ടിക്ഡ് ആയിട്ട് വരുന്നത്, ഇത്രയും പ്രോപ്പർട്ടി നമുക്ക് എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, then അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് തിങ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കിവിടെ പിന്നെ നമ്മുടെ ഇന്റർഫേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. തേർഡ് തിങ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇതിൻ്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ നമുക്ക് യൂണിറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ ടാബിൽ നമുക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ടൂൾസിലെല്ലാം നമുക്ക് ഇവിടെ യൂണിറ്റ് കാണാം. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് US യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫീറ്റ് ഇഞ്ചിലോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ MM, ഇപ്പോൾ ഇത് എടുക്കുന്നത് മെട്രിക് യൂണിറ്റിലാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഇമ്പീരിയൽ യൂണിറ്റിലോട്ട് മാറ്റണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ വാൾ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിവിടെ എക്സ്റ്റീരിയർ ഏരിയയിൽ വന്നിട്ട് നമുക്ക് 20 ആണ് നമുക്ക് തിക്നെസ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 0.2 മീറ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊക്കെ ഇവിടെയാണ് തിക്നെസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഇനി പ്രൊജക്റ്റിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കതൊക്കെ പറയാം. ഓക്കെ, ഇനിയോ അപ്പോൾ 0.1 ആണ് ഇവിടെ കൊടുത്തത്, ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മളൊരു പ്രോജക്റ്റിലോട്ട് നമുക്ക് വേണ്ട ഓപ്ഷൻസുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻസേർട്ട് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ഡോറ്, വിൻഡോസ്, അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ വരുന്ന ചെയേഴ്സ്, ഇതൊക്കെ വെച്ച് കൊടുക്കണം. സോ അതാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.